തൃശൂർ മൃഗശാല മ്യൂസിയത്തിന്റെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. മതിൽ നിർമ്മാണത്തിനുള്ള തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്ന് മൃഗശാല സൂപ്രണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളിൽ ഒന്നാണ് തൃശൂർ മൃഗശാല മ്യൂസിയം. തൃശൂർ ചെമ്പൂക്കാവിൽ 13.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൃഗശാലയുടെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ട് മാസങ്ങളായെങ്കിലും ഇനിയും അത് പുനർനിർമ്മിച്ചിട്ടില്ല. മതിലിന്റെ മറ്റു ഭാഗങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. എന്നാൽ തകർന്നു വീണ ഭാഗത്തെ മതിൽ പുനർനിർമ്മിക്കാനുള്ള പണം PWDക്ക് കൈമാറിയിട്ടുണ്ടെന്നും മതിലിന്റെ മറ്റു ഭാഗങ്ങളും സമയബന്ധിതമായി പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്നും തൃശൂർ മ്യൂസിയം മൃഗശാല സൂപ്രണ്ട് TV അനിൽകുമാർ പറഞ്ഞു. മ്യൂസിയത്തിൻ്റെ മതിലുകളെല്ലാം മതിലിൻ്റെ എല്ലാ ഭാഗവും നന്നാക്കുന്നതിന് നമ്മൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് PWD വിഭാഗത്തിന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PWD ടെൻഡർ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. വൈകാതെ തന്നെ അതിൻ്റെ ബാക്കി പണികൾ പൂർത്തിയാക്കി. ചുറ്റുമതിൽ നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പുള്ള വർഷങ്ങളൊക്കെ ഓരോ ഭാഗം മോശമായ ഭാഗങ്ങൾ നോക്കി ഘട്ടം ഘട്ടമായിട്ട് അത് മുഴുവനായിട്ടും ചുറ്റുമതിൽ നന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹിപ്പോ കോമ്പൗണ്ടിൻ്റെ ഭാഗത്ത്, അതുപോലെ ക്യാൻറ്റീൻ്റെ സൈഡ്, ഫ്രണ്ട് ഏരിയ മുഴുവനും നമ്മൾ നന്നാക്കിയെടുത്തു കഴിഞ്ഞ വർഷങ്ങളിൽ. ഇനി അതിൻ്റെ പിറകുവശത്ത് PWDയുടെ ആ ഭാഗമായിട്ട് സിമോക്കൂണിൻ്റെ പിറകുവശത്തായുള്ള ഏരിയ, അതുപോലെ MTIയുടെ ഭാഗത്തും നന്നാക്കുന്നതിന് PWD വിഭാഗത്തിന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള മൃഗശാലയിൽ കടുവ, സിംഹം, മാനുകൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ, വിവിധതരം പക്ഷികൾ, മുതലകൾ തുടങ്ങി നിരവധി പക്ഷി മൃഗാദികളുടെയും ഉരകങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. അപൂർവ വൃക്ഷങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ മരങ്ങളും ഇവിടെയുണ്ട്. ദിവസേന ശരാശരി 2000-ഓളം പേർ സന്ദർശിക്കുന്ന ഈ മൃഗശാലയിൽ ശനി, ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 1885 പ്രവർത്തനമാരംഭിച്ച ഈ മൃഗശാലയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. ഈ മതിലിനോട് ചേർന്നുള്ള ഭാഗം അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രവും സാമൂഹിക വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണ്. മതിലിന്റെ മുകളിലുള്ള കമ്പിവേലിയും പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുകയാണ്. TCV